ദീർഘകാലമായി സ്വീകരിച്ചു വരുന്നൊരു നിലപാടുണ്ട്. BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുണ്ട്. ആ നിലപാട് നമ്മുടെ നാടിനെതിരെയുള്ള നിലപാടാണ്, കേരളത്തിനെതിരെയുള്ള നിലപാടാണ്. കേരളം തകരണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അവരുടെ ആഗ്രഹമല്ല നടന്നത്. നമുക്കറിയാലോ, ഇവിടെ നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ലോകം മുഴുവൻ വിറങ്ങലിച്ച കോവിഡ് മഹാമാരി, പിന്നെ നിപ്പയും ഓഖിയും അങ്ങനെ പലതും. ഇതെല്ലാം നമ്മുടെ നാടിന് ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നതാണ്. ഒരു നാടിനെ വല്ലാതെ തകർത്തെറിയുന്ന അവസ്ഥയാണ് വന്നത്. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. സഹായം എന്നതൊരു ഔദാര്യമല്ല, ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. അത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. സാധാരണ ഇത്തരമൊരു ഘട്ടത്തിൽ പാക്കേജ് പ്രഖ്യാപിക്കും, ഒന്നും തയ്യാറായില്ല. അർഹതപ്പെട്ടതുപോലും നിഷേധിച്ചു. ആ ഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ നാടിൻ്റെ ശബ്ദം ഇവിടുന്ന് ഉയരും, ജനങ്ങൾ ഉയർത്തും. അതോടൊപ്പം ജനപ്രതിനിധികൾ നല്ല രീതിയിൽ ഉയർത്തണം. അത് പാർലമെൻറ്റിനകത്ത് ഇതിനെല്ലാം ഉത്തരവാദികളായ മന്ത്രിമാരിരിക്കുന്ന സ്ഥലത്ത് ആ മന്ത്രിമാരുടെ മുഖത്ത് നോക്കി കേരളത്തിൻ്റെ ആവശ്യം ഉന്നയിക്കാൻ കഴിയുക, കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ